തമിഴ്നാട്ടിലെ കൃഷിയിടങ്ങളിലൊക്കെ വെള്ളം കിട്ടാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് നമുക്ക് മെയിനായിട്ടും പൂവൊക്കെ വരുന്ന തമിഴ്നാട്ടിൽ നിന്നാണല്ലോ. അപ്പോൾ തമിഴ്നാട്ടിലെ പൂക്കൃഷിയെയും ഈ മഴയുടെ ലഭ്യതക്കുറവും അല്ലെങ്കിൽ ജലത്തിൻ്റെ ലഭ്യതക്കുറവുമൊക്കെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. പൂ വ്യവസായമൊക്കെ നിറം മങ്ങിയ അവസ്ഥയിലാണ് തമിഴ്നാട്ടിലെ വലിയ പൂ മാർക്കറ്റായ തേനി ജില്ലയിലെ ശീലയംപെട്ടിൽ വൈവിധ്യമാർന്ന പൂക്കളുടെ ലോഡിന്റെ വരവ് പകുതിയിൽ താഴെയായി. ഓണം ലക്ഷ്യം വെച്ചുള്ള ഇക്കാലയളവിലെ പൂക്കൃഷിയിൽ കോടികളുടെ നഷ്ടമാകും തമിഴ്നാട്ടിലെ കർഷകർക്കെങ്കിൽ മലയാളിക്ക് പൂവട്ടകം നിറയ്ക്കാൻ ചിലവേറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പാണ്ഡ്യൻ വർഷങ്ങളായി പൂക്കൃഷിയും വ്യവസായവും നടത്തുന്നു. പൂവിന്റെ നൈർമല്യത്തിൽ പറയുന്നത് കച്ചവടം നന്നായാൽ എല്ലാവരും നന്നാകുമെന്ന്. അത് കൃഷി നടത്തുന്ന തമിഴകമായാലും ഓണം ആഘോഷിക്കാൻ പോകുന്ന മലയാളിയായാലും അങ്ങനെയാകണമെന്നാണ് ആഗ്രഹം. എന്നാൽ ഇത്തവണ പ്രതിസന്ധിയാണ്. വെള്ളമില്ല. കൃഷി ആകെ താറുമാറാണ്. അതിനാൽ പൂക്കളുടെ ചന്തയിലും കച്ചവടം നേർപകുതിയായി. ശീലംപെട്ടിയിലെ പുഷ്പ വ്യാപാരികളെല്ലാം ആശങ്കയിലും. வெயிலுக்கு தண்ணி இல்லை, கிணத்துல கூட தண்ணி இல்லை, அவ்வளோ வறட்சியாக இருக்குது. ஓனத்துக்கு ரொம்ப விலை கூடும், பூ கம்மியாயிரும், பூ சின்ன பூவாக வரும், விலை கூடுதலாக போகும். அப்போ எங்களுக்கு கொஞ்சம் கஷ்டமாகவே இருக்கும். പല്ലവരായംപെട്ടി, ശീലയംപെട്ടി, പൂമലക്കുണ്ട്, അയ്യംപെട്ടി, വേപ്പംപെട്ടി, പുലിക്കുത്തി തുടങ്ങിയ പ്രദേശങ്ങളാണ് തേനി ജില്ലയിലെ പുഷ്പകൃഷിയുടെ കേന്ദ്രങ്ങൾ. 8000 ഏക്കറിലധികം പൂക്കൃഷിയാണ് ഇവിടെയുള്ളത്. വെള്ളത്തിന്റെ കുറവും ചൂടിന്റെ കാഠിന്യവും കൊണ്ട് കൃഷിയിൽ ഗണ്യമായ കുറവാണ് ഇത്തവണ. ரோஸ் 70 ரூபா, சம்மைக்கு 160 ரூபா. ஓணப்போ விலை கூடுதலாக இருக்கும், ஜாஸ்தி 3 மடங்கு ஜாஸ்தியாக வரும். ஓணம் வந்துருச்சுன்னா கேரளாவில் ஓணம்னா விலை ஜாஸ்தியாக விற்கும். மழையில் வாசி கொஞ்சம் பூக்கள் வந்து விலை அதிகமாக இருக்குது. இன்னுமே அதிகமாக வாய்ப்பு இருக்குது. 3 ടണ്ണിലധികം പൂവ് ഓരോ ദിവസവും വ്യാപാരം നടക്കുന്ന മാർക്കറ്റാണ് ശീലയംപെട്ടി. എന്നാൽ ഈ ദിവസങ്ങളിൽ 1.5 ടണ്ണായി കുറഞ്ഞു. പുഷ്പകൃഷിയിലും വ്യവസായത്തിലും ഇത്രയേറെ പ്രതിസന്ധി ഉണ്ടായിട്ടില്ലെന്ന് വ്യാപാരികളും കർഷകരും ഒരുപോലെ പറയുന്നു. ജാസ്മിൻ മാത്രം കുറച്ച് അതായത് 3 മാസത്തിന് ഒരു പ്രാവശ്യം എടുക്കേണ്ടി വരും. മറ്റ മെരിഗോൾഡ്, ട്യൂബ് റോസ് അത് ത്രൂഔട്ട് ഇയറും ഇവിടെ ഉണ്ടാവും. எல்லா காலமும் பூ வருது, ரோஸ் இதெல்லாம் வராது, கம்மியாகத்தே வரும். அதாவது தென்மேற்கு பருவமழை டோட்டலாக கம்மி. இப்போ வந்து பார்த்தீங்கன்னா 100%க்கு 20% தான் மழை பெஞ்சிருக்கு, 80% மழை இல்லை. மழை இல்லாதனால வந்து பார்த்தீங்கன்னா തണ്ണി ഇപ്പോൾ കമ്മിയായിടുச்சு. മലയാളിയുടെ പ്രിയപ്പെട്ട മുല്ലപ്പൂവിന് ഇപ്പോൾ 550 രൂപയാണ് തമിഴ്നാട്ടിൽ. ഓണമെത്തുന്നതോടെ 1500 കടക്കുമെന്ന് കർഷകർ. ഓറഞ്ച്, മഞ്ഞ, ബന്ദി, ജമന്തി എന്നിവയ്ക്ക് 60 മുതൽ 70 വരെയും റോസാപ്പൂവിന് 70 രൂപയുമൊക്കെയാണ് തമിഴ്നാട്ടിലെ മൊത്ത വ്യാപാര വില. പൂവിന്റെ ലഭ്യതയില്ലാത്തതിനാൽ വരും ദിവസങ്ങളിൽ വില 2 ഇരട്ടിയായി വർദ്ധിക്കുമെന്ന സ്ഥിതിയാണ് ശീലയംപെട്ടിയിലുള്ളത്. ആശങ്കയാകെ അകലാൻ മഴ, വെള്ളം അതുതാൻ മുഖ്യമെന്ന് കർഷകർ. அதனால் மழை கண்டிப்பாக பெய்யணும். பூ வரத்து கம்மினால ரேட்டு வந்து ஜாஸ்தியாக போகுது. கிளைமேட் வெதர் சேஞ்ச் ஆகணும். மழை பெஞ்சால் நல்லாயிருக்கும். ശീലയംപെട്ടിയിലെ ഒരു റോസാപ്പൂ തോട്ടമാണ് നമ്മൾ ഈ കാണുന്നത്. വളരെ ശുഷ്കമായി പോയി ഈ തോട്ടം. ഇതാണ് പലയിടങ്ങളിലെയും ഇന്നത്തെ അവസ്ഥ. വരും ദിവസങ്ങളിലെങ്കിലും മഴ ആവശ്യത്തിന് ലഭിച്ചാൽ അത് കർഷകർക്കും മലയാളിക്ക് ഓണക്കാലത്തും ഒരുപോലെ പൂക്കാലമാകും. ജെറിൻ കാട്ടൂരിനൊപ്പം ആൽവിൻ തോമസ്, ന്യൂസ് മലയാളം.